ആദ്യം തന്നെ സ്ഫിയറിനെ ഇൻസേർട്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇതിനുശേഷം പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ഏതെങ്കിലും ഒരു വ്യൂ എടുക്കുക. അതിൽ വന്ന് റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേർട്ടെക്സിനെ ചൂസ് ചെയ്യുക. വേർട്ടെക്സ് മോഡിൽ വന്നതിന് ശേഷം താഴ്ഭാഗത്തുള്ള വേർട്ടെക്സിന് മാത്രം സെലക്ട് ചെയ്യുക. W മൂവ് ടൂള്, ദെൻ താഴേക്ക് വലിക്കുക. ഒരു ക്യാപ്സ്യൂൾ ഷേപ്പായി ഉണ്ടാവും. ഇതിനെ നിങ്ങൾക്ക് പൊസിഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ജസ്റ്റ് പൊസിഷൻ ചെയ്ത് വയ്ക്കുക. ഓൾട്ട് മിഡിൽ ബട്ടണാണ് മൂവ് അറൗണ്ട് ചെയ്യാനായിട്ട് വർക്ക് സ്പേസിൽ. ഓൾട്ടും ലെഫ്റ്റ് മൗസ് ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ റൊട്ടേറ്റും ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് മെഷസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക മൗസിൻ്റെ. അതിനുശേഷം ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. ഹോട്ട് കീസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂളിനെ ക്ലിക്ക് ചെയ്യുക. വായയുടെ പോർഷൻ വരുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. എവിടെയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് റിലീസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഇതിനുശേഷം ഇവിടെയും നമുക്ക് ഒരെണ്ണം കൂടെ വേണം, അതേപോലെ തന്നെ അതും കൂടെ ജസ്റ്റ് ഒന്ന് കൈയോടെ ആഡ് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അധികമൊന്നും നമുക്ക് ആഡ് ചെയ്യാനില്ല. കൈയുടെ ഒരു പോർഷൻ വരുന്ന ഭാഗത്ത് മാത്രം രണ്ടെണ്ണം കൂടെ ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ഇനി ടൂൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ഷൻ ടൂളോ അല്ലെങ്കിൽ W മൂവ് ടൂളോ ഏതെങ്കിലും അതർ ടൂളുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്ട് മോഡിലേക്ക് ആയാലും വരാം. കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ. ഇനി ചെയ്യാൻ പറഞ്ഞത് ഒരു സൈഡ് മാത്രം മതി നമുക്ക്. ഈ സൈഡിൽ കൈയും ഒരു കാലും നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത പോർഷനെ നമ്മൾ മിറർ ചെയ്യാണ് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് വയ്ക്കുക. ഫേസ് മോഡിൽ വന്നതിന് ശേഷം ഒരു പകുതി ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ടോപ്പ് വ്യൂന്നോ ഫ്രണ്ടിലെ സൈഡ് ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതടുത്ത ഓപ്ഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടലായിട്ട് അവിടെ ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ടോട്ടലായിട്ട് പോളിഗൺസ് ഒക്കെ നമുക്ക് പോകണം. ഇനി നെക്സ്റ്റ് വൺ നമ്മളിവിടെ വന്ന് വായയുടെ പോർഷൻ ചെയ്യാണ്. ഫേസ് മോഡിൽ വരിക. 3 ഫേസസിനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിനുശേഷം വേർട്ടെക്സ് മോഡിലേക്ക് വരിക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് വേർട്ടെക്സ്. ഇവിടെ വന്നതിന് ശേഷം ഈ കാണുന്ന വേർട്ടെക്സിനെ W മൂവ് ചെയ്യുക. സെൻട്രൽ പിടിച്ച് മൂവ് ചെയ്യരുത്. ഒരു പോയിന്റിൽ പിടിച്ച് മാത്രം ഒരു ഡയറക്ഷനിൽ മാത്രം ചെയ്യുക. അടുത്തതിനെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. നമുക്കൊരു കർവി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ അവസാനമാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഞാൻ ആദ്യമേ തൊട്ട് ചെയ്ത് വെക്കണം, പിന്നീടുള്ള പണികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ കൈയുടെ പോർഷൻ വരേണ്ട ഭാഗങ്ങൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സെലക്ട് ചെയ്യാനാലും ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പം നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫോമിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. 4 കോർണറിനെ റൈറ്റ് ബട്ടൺ വേർട്ടെക്സ് മോഡിൽ വരിക. 4 കോർണറിനെ ഷിഫ്റ്റ് ഉപയോഗിച്ച് തന്നെ സെലക്ട് ചെയ്യുക. 4 പോർഷൻ മാത്രം. സെലക്ഷൻ അധികം ആക്കരുത്, മറ്റു വേർട്ടെക്സ് സെലക്ട് ആവും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ദെൻ സ്കെയിൽ ടൂൾ എടുക്കുക. ക്ലിക്ക് ആൻഡ് സ്കെയിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 വേർട്ടെക്സും കോൺട്രാക്റ്റ് ആവും. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ എഡ്ജ് മോഡിൽ വരിക. ഡബിൾ ക്ലിക്ക്, എഡ്ജിൻ്റെ ലൂപ്പ് ഫുള്ള് സെലക്ട് ആവും. എക്സ്ട്രൂഡ്, ഈ കാണുന്നതാണ് എക്സ്ട്രൂഡ്. ക്ലിക്ക് ചെയ്യുക. W മൂവ് ടൂള് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് കൈയുടെ പോർഷൻ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുക, ചെറുതായിട്ട് വരുന്ന കാണിക്കാനായിട്ട്. ഇതിപ്പോൾ ഈവൻ ആയിട്ടല്ല ഇരിക്കണം. അപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഒരു സൈഡും മറ്റേ സൈഡും തമ്മിൽ കറക്റ്റ് അല്ല. അത്തരം ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ആക്സിസിൽ മാത്രമായിട്ട് പിടിച്ച് വലിച്ചാൽ മതി, അപ്പോൾ സ്ട്രെയിറ്റ് ആയിക്കോളൂ. ഓക്കെ, ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കാലിൻ്റെ പോർഷനും ചെയ്യണത്. കാലിൻ്റെ പോർഷൻ ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് കാണണ്ടെന്നുണ്ടെങ്കിൽ വ്യൂ പോർട്ടിൽ പാനൽസിൽ മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ചെക്ക് ബോക്സ് ആണ് ഗ്രിഡിൻ്റെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആയിക്കോളും. നെക്സ്റ്റ് കാലിൻ്റെ പോർഷൻ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതിനെയും കർവ് തന്നെ ചെയ്ത് വെക്കുക. സ്കെയിൽ ടൂള് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാം. അതിനുശേഷം കൈക്ക് പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ക്ലിക്ക്, എക്സ്ട്രൂഡ്,
W move. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർഷൻ നമ്മുടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്യാരക്ടറിന്റെ തന്നെ ഒരു മിറർ ചെയ്യാനാണ് പോണത്. മിറർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക, മോഡലിംഗ് തന്നെ, ചേഞ്ചസ് ഒന്നുമില്ല. മിറർ പോളിഗണിന്റെ ഒരു ഓപ്ഷനാണ് പറയുന്നത്, ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാൽ അല്ലാതെ മറ്റൊരു ഓപ്ഷനാണ് പറയുന്നത്. സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക. വരുന്ന വിൻഡോയിൽ ഏറ്റവും താഴെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. മിറർ പോളിഗൺ. ഈ മിറർ പോളിഗണിൽ ഏത് ആക്സിസ് ആണെന്ന് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത് അല്ലെങ്കിൽ ജസ്റ്റ് W അടിച്ച് നോക്കുക, ഏത് ആക്സിസിലേക്കാണ് വരേണ്ടതെന്നുള്ളത്. ഈ ആക്സിസിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ആ ആക്സിസ് -X ആണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക, മിറർ പോളിഗൺ -X ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കോപ്പി വന്നിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് കൃത്യമല്ലാതെയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഒന്ന് മെർജ് ത്രഷോൾഡ് ഏറ്റവും ചെറിയ വാല്യൂ ആഡ് ചെയ്യുക, 0.001. രണ്ടാമത്തത് ഇതിന്റെ പിവറ്റ് പോയിന്റ് ചിലപ്പോൾ അകന്നായിരിക്കും ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൂടിച്ചേർന്നിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിരിക്കണം എന്താണെങ്കിലും ആ മെത്തേഡ്സ് ഇതുവരെ ഫോളോ അപ്പ് ചെയ്തിരുന്ന എല്ലാ മെത്തേഡ്സും കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ഫേസ് ഹെഡിന്റെ ഈ പോർഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം എഡിറ്റ് മെഷ്, ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് രണ്ട് ഒബ്ജക്ട്സും വന്നിരിക്കുന്നത്. ഈ രണ്ട് ഒബ്ജക്ട്സിൽ സെലക്ട് ചെയ്യുക, ബോഡി സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക, ദെൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക ചെറുതായിട്ട്. നിങ്ങൾക്ക് കട്ടിയുള്ള ഒരു പോർഷൻ ഹെഡിന്റെ കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീടായാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് വായയുടെ പോർഷൻ ആണ്. വായയുടെ സെലക്ട് ചെയ്യുക, എഡ്ജ് മോഡ് വരിക, ഡബിൾ ക്ലിക്ക്, ദെൻ എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക, സ്കെയിൽ ടൂൾ എടുക്കുക, സ്കെയിൽ ഡൗൺ ചെയ്യുക, ഉള്ളിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാം. ദെൻ പ്രീവിയസ് ടൂള്, സ്കെയിൽ ടൂൾ ഒന്നുകൂടെ എടുക്കുക, ചെറുതാക്കി വയ്ക്കുക. ഇതിന് ശേഷം ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്ത് വയ്ക്കുക. ഇതിന്റെ ആവശ്യം പിന്നീട് നമുക്ക് വരും ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ളത്. ഇനി ഉൾഭാഗം ഇപ്പോൾ ഹോളായിട്ടാണ് ഇരിക്കണത്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് മെഷിൽ വരിക, ഫിൽ ഹോൾ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വായയുടെ ഉൾഭാഗം അടഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ണിന്റെ പോർഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പോണേ. ഇവിടെ വരിക, നമുക്ക് പൈപ്പ് ടൂൾ ഉണ്ടായിരിക്കും. പൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടോറസ് ഉപയോഗിച്ചോ സിലിണ്ടർ ഉപയോഗിച്ചോ ചെയ്യാം. ഓക്കെ, ഫോർ വയർ ഫ്രെയിം മോഡ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ദെൻ തിക്നെസ്സും കൂടെ ഒന്ന് കൊടുക്കുക, എത്രത്തോളം വേണമെന്നുള്ളത്. അതിനുശേഷം അതിനെ പൊസിഷൻ ചെയ്യുക. നെക്സ്റ്റ് വേണം ഒരു സ്ഫിയർ ഇൻസേർട്ട് ചെയ്യുക, സെൻറ്റർ ആയിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ഫില്ല് ചെയ്ത് നിർത്തുക. ദെൻ അതിനെയും പൊസിഷൻ ചെയ്യുക. ഇത്രയാണ് ക്യാരക്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ബോഡി പാർട്ടിനെ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് വൺ വായയുടെ ഉള്ളിലുള്ള പല്ലിനെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സെലക്ട് ചെയ്യുക, ക്യൂബ്, പോളി ക്യൂബിൽ വരിക, ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ വിഡ്ത്ത് കുറച്ചധികം ആഡ് ചെയ്യുക, 3 ആഡ് ചെയ്യുക. ഹൈറ്റ് ഈസ് ഓക്കെ. നെക്സ്റ്റ് വൺ സൈസ്, ഹൈറ്റ് വൈസ് കുറച്ച് കൂടുതൽ വയ്ക്കുക. തിക്നെസ് ഇത്രയും ആവശ്യമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടെക്സ് മോഡിൽ വരിക. ഇവിടെ ഡെപ്ത് സെഗ്മെന്റിൽ ഒരെണ്ണം മതി, അതായത് 2 ആഡ് ചെയ്താൽ മതി. ഹൈറ്റ് സെഗ്മെന്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേർട്ടെക്സ് മോഡ് 4 കോർണർ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ ആണ് ഈസി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിലായാലും ചെയ്യാം. 4 കോർണേഴ്സ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യാം.
അതിനുശേഷം ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുക. ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം സൈഡിലുള്ള എഡ്ജ് മോഡിൽ വരിക, ഡബിൾ ക്ലിക്ക്, സൈഡിൽ കാണുന്ന ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മുകൾ ഭാഗം കുറച്ചൊന്ന് മൂവ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടെ റൗണ്ടഡ് ആയിട്ടുള്ളൊരു ഷേപ്പായി മാറിയിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് പൊസിഷൻ ചെയ്യാം. ഡബ്ല്യു മൂവ്, വായു വരുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ അതിനെ അവിടെ തന്നെ ഒന്ന് കൊണ്ടുപോയി പൊസിഷൻ ചെയ്യാം. ഇത്രയും സൈസ് വേണ്ട, ഒന്ന് കുറയ്ക്കാം. ചെറിയ പല്ല് മതി, ക്യൂട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ കൺട്രോൾ ഡി ഷോർട്ട് കട്ട്, ദെൻ മൂവ് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വയ്ക്കുക. ഇപ്പം നമ്മുടെ ഒരു ക്യൂബ് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വന്നിരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് കിട്ടത്തില്ല, കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷിഫ്റ്റ് ഡി അടിക്കുക, ആവശ്യാനുസരണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു സെറ്റ് കോപ്പിയും കൂടെ എടുത്ത് താഴെ വയ്ക്കുക. കൺട്രോൾ ഡി, ദെൻ മൂവ്. ഈ മൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മൂവ് ചെയ്ത് വയ്ക്കുക. ഈവൻ ആയിരിക്കണ്ട, കുറച്ച് ഗ്യാപ്പൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താലോ. ഓക്കെ, ദെൻ ഒരു കോപ്പി എടുത്തിട്ട് ഈ സൈഡിലും വെക്കുക. കൺട്രോൾ ഡി, മൂവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോർഷനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, റൈറ്റ് മൗസ് ബട്ടൺ, താഴെ വരിക, കമ്പൈൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, പോളിഗൺസിൽ നിങ്ങൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട്, ഓക്കെ എൻ്റെ ആഡ് ചെയ്തിട്ടില്ലേ, യെസ്, ഈ കാണുന്നതാണ് കമ്പൈൻ്റെ ഷോർട്ട് കട്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കമ്പൈൻ ആയിട്ടുണ്ടായിരിക്കും. ചൂസ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തത് മോഡലിങ്ങിൽ തന്നെ നിങ്ങൾ പുതിയ വേർഷനല്ല യൂസ് ചെയ്യണേ, ഡിഫോമിൽ വരിക, അതിൽ നോൺ ലീനിയറിൽ ബെൻഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ കർവ് എങ്ങനെയാണ് വന്നിരിക്കണത് എന്നുള്ളത് നോക്കുക. ജസ്റ്റ് ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ചാനൽ ബോക്സ് ഇൻ കേസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നത് എന്നുണ്ടെങ്കിൽ കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ടാണ് ആട്രിബ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ളത്. താഴെ വരിക, ബെൻഡിനെ ക്ലിക്ക് ചെയ്യുക, കർവ് വെച്ചതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഈ കർവിനാണ് ഉണ്ടാവും. അപ്പൊ ഈ കർവിനനുസരിച്ച് നമുക്ക് പല്ലിന്റെ പോർഷൻ ഇങ്ങനെ വളഞ്ഞു വരണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കർവിനെ സെലക്ട് ചെയ്യണം, ദെൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം, തിരിച്ചു വെക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക ഇത് എങ്ങനെയാ വന്നെന്നുള്ളത്. അതായത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ അല്ലേ, ഒരു ഡയറക്ഷൻ അടുത്ത ഡയറക്ഷൻ വളഞ്ഞു കിട്ടും. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി, ഈസി ആയിട്ട് പിടി കിട്ടും. 90 ഡിഗ്രി ആഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ 90 ആണ് വാല്യൂ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 90 ഡിഗ്രി തന്നെ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, ഒരെണ്ണം മാത്രമായിട്ട് സെലക്ട് ചെയ്യരുത്. വായുടെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇൻ കേസ് നിങ്ങളുടെ പൊസിഷനിങ് തെറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഉള്ളിലേക്ക് ആദ്യം തന്നെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ഇൻ കേസ് നിങ്ങൾക്ക് വീണ്ടും കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൂടെ വളഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് വെക്കുക, താഴെ വരിക, ബെൻഡ്, കർവേച്ചർ വരിക. വാല്യൂ ഇൻക്രീസോ ഡിക്രീസോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ വരിക, ഡിലീറ്റ് ബൈ ടൈപ്പ്, ഹിസ്റ്ററി കൊടുക്കുക. മൗത്തിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇൻ കേസ് നിങ്ങളുടെ ഈ ക്യാരക്ടറിന്റെ വായ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം, ചേഞ്ചസ് വരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം രീതിയിൽ തന്നെ വരിക, സെലക്ട് ചെയ്യുക, അപ്പ് ഓർ ഡൗൺ നിങ്ങൾക്ക് മൂവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിന് അക്കോർഡിംഗ്ലി ഈ പല്ലിന്റെ പോർഷനും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ഇതിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പക്ഷെ പിവട്ട് പോയിന്റ് താഴെയാണ് എടുക്കുന്നത്, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ ആദ്യം കൊടുക്കുക, എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ദെൻ മോഡിഫൈ സെൻഡ് പിവട്ട് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ പൊസിഷനിൽ തന്നെ കിട്ടും. ദെൻ പല്ലിനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത്.